നമ്മൾ ഇന്ന് വെറുതെ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു കടയിൽ എത്തിയിട്ടുണ്ട്. ഇത് ഏത് റൂട്ടിലേത് വരുന്നത്? ആലുവയിലാണ് ഈ കട. ഈ കടയുടെ പേര് പ്ലാവിൻ ചോട്ടിൽ. അവനും അറിയില്ല ഗൈസ്. ഞങ്ങൾ വെറുതെ മാപ്പ് നോക്കിയപ്പം ഞങ്ങൾ പേര് കണ്ടു. അപ്പോൾ നല്ല സീ ഫുഡ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ആർ യു എക്സൈറ്റഡ്? യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം ഗൈസ്. ഗൈസ്, ഇതാണ് ആ ഷോപ്പ്. ഒരു ശാന്തമായിട്ടുള്ളൊരു ഏരിയയിലാണിത്. അപ്പോൾ കയറി വാടാ മക്കളെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഗൈസ്. നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഗൈസ്. അവർ കുറേ ഡയലോഗ്സ് അവരിങ്ങനെ വോളിലൊക്കെ ഇട്ടേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണ്? നമ്മൾ ഈവൻ ഒരു മീൽസ് പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു പൊറോട്ട പറഞ്ഞു, പിന്നെ ചെമ്മീൻ, ഒരു കക്ക. സ്പെഷ്യൽസ് ഒക്കെ സൺഡേസ് ഉണ്ടാവുള്ളൂ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫിഷ് ഫ്രൈ കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് പ്രതീക്ഷ വന്നാണ്. പക്ഷേ അതൊക്കെ സൺഡേസേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. സാരമില്ല, നമ്മളിപ്പം ഉള്ള സാധനം നമ്മൾ നോക്കട്ടെ. വെള്ളക്കാന്തേരി കഴിഞ്ഞിട്ട് കയറുന്ന ഒരു സീ ഫുഡ് കിട്ടുന്ന കട എന്ന് പറയുന്നത് ഈ കടയാണ്. വെള്ളക്കാന്തേരിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളക്കാന്തേരിയിലെ ഫുഡൊക്കെ. അപ്പോൾ നമ്മുടെ ഫുഡ് എക്സ്പ്ലോറിങ് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇനി ഫുഡ് വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പൊറോട്ടയും ഇതെന്തിൻ്റെ ഗ്രേവിയാന്ന് പറഞ്ഞാൽ ചിക്കൻ നാടൻ താറാവിൻ്റെ ഗ്രേവി വന്നിട്ടുണ്ട്. പിന്നെ പ്രോൺസ്, കക്കയിറച്ചി, സാമ്പാർ, നല്ല മീൻ ചാറ്, ഇതെല്ലാം ഉണ്ട്. പിന്നെ മീൽസിൻ്റെ കൂടെ കറികൾ വന്നിട്ടുണ്ട്. നമുക്ക് നിനീഷ് ടേസ്റ്റ് ചെയ്തിട്ട് പറയും ഇതിൻ്റെ റിവ്യൂ. അപ്പോൾ നിനീഷ് കമാൺ, ചെമ്മീനകത്ത് ടേസ്റ്റ് ചെയ്തോ. സാമ്പാർ ഒരു ചെമ്മീൻ എടുത്ത് വെച്ച് സ്പൈസിയാണോ? ഏതാ? ചെമ്മീൻ അത്യാവശ്യം സ്പൈസിയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫ്രഷ് ചെമ്മീനാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കാണാം ഗൈസ്. ബൈ ഗൈസ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് ഷോപ്പിൻ്റെ റേറ്റിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റുക? 3.5 കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിനകത്ത് ഒരു തോരനുണ്ടായിരുന്നു, അച്ചാറ്, പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഇതുണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ സാമ്പാർ നല്ലതായിരുന്നു. നല്ല പരിപ്പൊക്കെ ഇട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള സാമ്പാറാണ്. മീൻചാറും നല്ല കുടംപുളിയൊക്കെ ഇട്ടുള്ള മീൻചാറായിരുന്നു. അത് രണ്ടും നല്ലതായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്തത്, സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത് ചെമ്മീനും കക്കറിച്ചിയാണ്. കക്കറിച്ചിനകത്ത് ഒരു എന്താ പറയുക, നമ്മുടെ കുരുമുളകിന്റെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നു. കുറച്ചിരുന്നെങ്കിൽ ഇത്തിരി ബെറ്റർ ആയിരുന്നു. മേ ബി അതൊരു കള്ള് ഷാപ്പ് ആയതുകൊണ്ട് ആ ഒരു സ്റ്റൈൽ പിടിച്ചേക്കുന്നതായിരിക്കാം. പിന്നെ നമുക്കും ഇരുവിനോട് അധികം താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇതാ പറയണേ. പിന്നെ പൈസ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് ഇപ്പോൾ സീ ഫുഡ് ആകുമ്പോൾ നമ്മൾ ഒരിക്കലും പൈസ നോക്കുന്നതിൽ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ഫുഡിന് പൈസ കൂടുതലാണ്. പിന്നെ ചെമ്മീനാണെങ്കിൽ ഫ്രഷ് ആയിരുന്നു. ചെമ്മീനൊക്കെ ഫ്രഷ് ആണ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാം, അധികം ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത രീതിയിലുള്ള ചെമ്മീനാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് തോന്നിക്കാം. അതൊന്നും തോന്നിച്ചില്ല. ഫ്രഷ് ചെമ്മീനാണ്. കക്കറിച്ച് അതേപോലെ തന്നെ ഫ്രഷ് ആണ്. ഈ ഒരു കുരുമുളകിന്റെ ഒരു അതിപ്രസരം എന്നല്ലാതെ അതർവൈസ് ഇറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് പിന്നെ നമുക്ക് പൊറോട്ട വെച്ചപ്പോൾ പൊറോട്ടയുടെ കൂടെ ഒരു നാടൻ താറാവിന്റെ ഗ്രേവി വന്നിട്ടുണ്ടായിരുന്നു. മപ്പാസിന്റെ ഒക്കെ പോലത്തെ ഒരു ഗ്രേവി ആയിരുന്നു. ഗ്രേവി നല്ലൊരു ക്വാളിറ്റി ഉള്ള ഗ്രേവിയാണ്. ക്വാളിറ്റി മീൻസ് നല്ല തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ട് അതിന്റെ എന്താ പറയാ, ആ ഒരു ഗ്രേവി നല്ലൊരു ഗ്രേവി ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഞങ്ങളുടെ റിവ്യൂ. അപ്പം ഇനി അടുത്തൊരു ഫുഡ് വ്ലോഗുമായിട്ട് നമ്മൾ വരാം. നമ്മളുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞുള്ള ഒരു ചെറിയൊരു ഫുഡ് വ്ലോഗാണിത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.